ഇന്ന് നമ്മൾ സ്മരണയിൽ കടന്നു വരുന്നത് ഭാരതിരാജ. എനിക്ക് തോന്നുന്നു 70കളിൽ അദ്ദേഹത്തിൻ്റെ വരവ്, ആദ്യ ചിത്രം 16 വയതിനില്ലേ, ആ സിനിമ റിലീസായപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലും ഭാരതത്തിലും മുഴുവൻ ഒരു സെൻസേഷണൽ ഹിറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൽ ഓരോരുത്തരുടെ പെർഫോമൻസ്, പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിൽ അത്ഭുതങ്ങൾ കാണിച്ച ആക്ടേഴ്സൊക്കെ അതിൽ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഒന്ന് കമലഹാസൻ, ചപ്പാണി എന്ന കഥാപാത്രം കമലഹാസൻ ആ വർഷത്തെ ദേശീയ അവാർഡാണ് ഏറ്റവും മികച്ച നടനുള്ളത്. പിന്നെ രജനീകാന്ത്, അതിലേറ്റവും വലിയ വില്ലൻ. ഇത്രയും ക്രൂരനായ ഒരു വില്ലനെ നമ്മൾ അപൂർവമായിട്ടേ കാണുള്ളൂ. അതുപോലെ ശ്രീദേവിയുടെ ഏറ്റവും സുന്ദരമായ പെർഫോമൻസ്, മനോഹരങ്ങളായ പാട്ടുകൾ, ഇളയരാജയുടെയും ഭാരതിരാജയുടെ ഒരു കോമ്പിനേഷൻ, ഇളയരാജ ഭാരതിരാജ ഒരു കോമ്പിനേഷൻ തുടങ്ങുന്ന കാലം. ഭാരതിരാജ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്, ഇതാര് ഇത്രയും മനോഹരമായിട്ട് തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗി മാത്രമല്ല, തമിഴ്നാട് ഗ്രാമങ്ങളുടെ ആത്മാവ്, കഥാപാത്രങ്ങളുടെ മുഴുവൻ ശക്തിയും ആവാഹിച്ചുകൊണ്ട് സിനിമകൾ ചെയ്യുന്ന, വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുന്ന ഒരു സംവിധായകൻ ജനിക്കുകയാണ്. 16 വയതിനില്ലേ എന്ന സിനിമ, സിന്ദൂരപ്പൂവേ എന്നുള്ള പാട്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജാനകിയമ്മ പാടിയ പാട്ടാണ്. ഒരുപാട് അവാർഡുകൾ, ഒരുപാട് ഹിറ്റെന്ന് പറഞ്ഞാലും പോരാ, അതിൻ്റെയൊക്കെ അപ്പുറത്ത് സെൻസേഷണൽ ഹിറ്റ്, ഇന്നും നിലനിൽക്കുന്ന ഹിറ്റ്. കമലഹാസൻ്റെ പ്രകടനം, എനിക്ക് തോന്നുന്നില്ല കമലഹാസൻ പിന്നീട് പിൽക്കാലത്ത് അതിനോട് കിടപിടിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ശ്രീദേവിയും രജനീകാന്ത് ഓഫ് കോഴ്സ് പിന്നീട് നായകനിരയിലേക്ക് വന്നെങ്കിലും ആ വില്ലൻ, സ്റ്റൈലൈസ്ഡ് ഗ്രാമത്തിൻ്റെ വില്ലൻ, ഒരു സംവിധായകൻ്റെ അരങ്ങേറ്റമായിരുന്നു. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലമാണ്. ഭാരതിരാജ ആ പേര് കേൾക്കുമ്പോഴേ തിയേറ്ററിലേക്ക് ഞങ്ങൾ പിന്നീട് ഓടാൻ തുടങ്ങി. കാരണം മലയാളികൾ തമിഴ് സിനിമകൾ ഉറ്റുനോക്കാനുള്ള കാരണവും ഒരുപക്ഷെ അതായിരിക്കാം. ഞാൻ MGRൻ്റെയും ശിവാജി ഗണേശൻ്റെയും വളരെ പ്രശസ്തമായ സിനിമകളൊക്കെ കണ്ടു വളർന്നതാണ്. പ്രത്യേകിച്ച് MGRൻ്റെ അടിമപ്പെണ്ണ്, ശിവാജി ഗണേശൻ്റെ വസന്തമാളി, ഇതൊക്കെ നമ്മൾ കാണും, തമിഴ് സിനിമകൾ കാണും. പക്ഷേ നമ്മളെപ്പോലും, മലയാളി സംവിധായകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സംവിധായകൻ വരുന്നു 70കളിൽ, ഭാരതിരാജ. ഒരിക്കൽ അരവിന്ദേട്ടൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കൊതി തോന്നും അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ കണ്ടാൽ എന്ന്. ഞങ്ങൾ ചെറുപ്പക്കാർ മുഴുവൻ ആകൃഷ്ടരാണ് ഭാരതിരാജയുടെ ഫിലിം മേക്കിംഗ്. അതിൻ്റെ എന്താണ് നമ്മളെ അതിലേക്ക് അടുപ്പിക്കുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ആദ്യ സിനിമയിൽ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, അതുപോലെ ഗാനങ്ങൾ, അതുപോലെ ചിത്രീകരിക്കുന്ന രീതി, എഡിറ്റിങ്ങിൻ്റെ രീതി, എല്ലാ പാറ്റേണും മാറുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺവെൻഷനും ബ്രേക്ക് ചെയ്തിട്ട് ഒരു സംവിധാനം വരികയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു തേരോട്ടം എന്ന് തന്നെ പറയാം. തമിഴ്നാട്ടിൽ രാജാവിനെ പോലെ, പേര് പോലെ തന്നെ ഭാരതിരാജ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തുടങ്ങുമ്പോൾ ഒരു കൂപ്പകയോടുകൂടിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാരതിരാജ. അദ്ദേഹത്തിൻ്റെ ശബ്ദവും അതിഗംഭീരമാണ്. ഇനിയ തമിഴ് മക്കളെ എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്ന ആ കൈ കൂപ്പിക്കൊണ്ടുള്ള ആ ഷോട്ടിൽ നിന്നാണ് ക്യാമറ ടിൽ ഡൗൺ ചെയ്യുന്നത്. അപ്പോഴേക്കും തിയേറ്ററിൽ മുഴുവൻ ആരവമാണ്. ഇതുപോലൊരു സംവിധായകനെ ജനങ്ങൾ നെഞ്ചിലേറ്റിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓരോ സിനിമകളും വ്യത്യസ്തം. 16 വേദനകൾക്ക് ശേഷം ചുവപ്പ് റോജാക്കൾ എന്നൊരു സിനിമ, അത് കമലഹാസൻ തന്നെ അഭിനയിച്ച സിനിമയാണ്, ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട്. അതൊരു സൈക്കോപാത്തിൻ്റെ കഥയാണ്. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. ആ കാലഘട്ടത്തിൽ ചുവപ്പ് റോജാക്കളും 16 വയതിനിലെയും മൺവാസനെ, അതൊക്കെ പോട്ടെ, കിഴക്കേ പോകും റെയിൽ എന്ന് പറഞ്ഞൊരു സിനിമ. ഒരു ഗ്രാമത്തിൽ ഒരു ട്രെയിനുണ്ട്, ആ ട്രെയിന് വന്ന് നിൽക്കുന്നത് ആ ഗ്രാമത്തിലാണ്, അവിടെ കൊണ്ട് തീരുകയാണ്. പിന്നെ നഗരത്തിലോട്ട് പോകുന്ന ട്രെയിനാണ്. ആ സിനിമയിൽ അതിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥ, ഈ പെൺകുട്ടി, പ്രണയിക്കുന്ന പെൺകുട്ടി കാമുകന് കത്തെഴുതുന്നത് ആ ട്രെയിനിൻ്റെ അവസാന ബോഗിയുടെ
ആ ലാസ്റ്റ് വാൻ എഴുതിയിട്ടുള്ള ബാക്ക് സൈഡിൽ അതിലാണ് പ്രണയ കവിതകൾ എഴുതി വിടുന്നത്, അല്ലെങ്കിൽ പ്രണയ ലേഖനം എഴുതി വിടുന്നത്. എത്ര സുന്ദരമായ കാഴ്ചപ്പാട്, സുന്ദരമായ പാട്ടുകൾ. രാധികയുടെ സിനിമയാണ്. രാധികയും സുധാകറുമാണ് ആ സിനിമയിൽ അഭിനയിച്ചെന്ന് തോന്നുന്നു. പിന്നീട് സുധാകർ സൂപ്പർ അവിടുത്തെ വലിയ തിരക്കുള്ള നടനായി മാറി. രാധികയും വളരെ കൂടുതൽ തിരക്കുള്ള ദേശീയ അവാർഡ് വരെ കിട്ടിയ നടിയായി മാറി. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ സുന്ദരമായ അവസ്ഥകൾ ആ സിനിമയിലൂടെ കാണാൻ. കിഴക്കേ പോകുന്ന റെയിൽ, ആ പേര് പോലെ തന്നെ കിഴക്കേ പോകുന്ന റെയിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റാകുകയാണ്. ആരാധിക്കുക എന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു സംവിധായകനെ, ഒരു നടനേക്കാൾ, സൂപ്പർ സ്റ്റാറിനേക്കാൾ കൂടുതൽ ആരാധിക്കാൻ തുടങ്ങി. ആ കഥയിൽ, ആ സിനിമയിലൊരു പ്രത്യേകതയുണ്ട്. ആ നായികയുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കാമുകന് വേണ്ടി എഴുതിയ കത്ത്, ആ ട്രെയിനിൻ്റെ ഏറ്റവും അവസാനത്തെ ബോഗിയുടെ പിന്നിൽ എഴുതി വെച്ച ആ കത്ത് ഒരു മഴ വന്ന് മാഞ്ഞുപോയി. ഇത്ര സുന്ദരമായ സങ്കല്പം. അവൾക്ക് ആ കത്ത്, അല്ലെങ്കിൽ അവൾ എഴുതിയ സന്ദേശം ആ കാമുകന് കിട്ടിയില്ല. അങ്ങനെ ക്ലൈമാക്സിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും ട്രാജിക്കായിട്ടുള്ള സിറ്റുവേഷൻ അരങ്ങേറുന്ന അവിടെയാണ്. അങ്ങനെ ഓരോ വ്യത്യസ്തതകൾ കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. 16 വയതിനില്ലേ, സിവപ്പ് രോജാക്കൾ, പിന്നീട് മൺവാസനെ, കിഴക്കേ പോകുന്ന റെയിൽ, ടിക് ടിക് ടിക്, ഒരു കൈദിയൻ ഡയറി. എന്തൊരു കോമ്പിനേഷൻ, എന്തൊരു ഡിഫറൻസ്. കമലഹാസൻ ജയിൽ പുള്ളിയായി ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന് അദ്ദേഹം ചെയ്യുന്നൊരു പ്രതികാരത്തിൻ്റെ കഥയാണ് കൈദിയൻ ഡയറി. ടിക് ടിക് എന്ന് പറയുന്ന സിനിമ ടിക് ടിക് ടിക്, 3 ടിക്കാണ്. മാധവിയാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. അതിലെ പാട്ടുകളും അതിൻ്റെ അന്നത്തെ കാലത്ത് 70കളിലാണെന്ന് ഓർക്കണം. എന്ത് വ്യത്യസ്തമായ അവതരണ രീതി. ഇത് കണ്ട് നമ്മൾ കൊതിക്കുകയാണ്. അത്രയും ചലനം ഒരിക്കലും ഒരു സംവിധായകൻ തമിഴ്നാട്ടിലുണ്ടാക്കിയിട്ടില്ല. തമിഴ്നാട്ടിൽ ഇറങ്ങിയ സിനിമകളിൽ മലയാളത്തിലും അത്രയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു സംവിധായകനായി മാറുന്നു ഭാരതരാജ. ഞാൻ പിന്നീട് സിനിമ ആഗ്രഹിച്ച് മോഹിച്ച് ഭരതേട്ടനെ കാണാൻ മദ്രാസിൽ പോയി. മദ്രാസിൽ ജീവിക്കുന്ന കാലത്ത്, സിനിമ പഠിക്കുന്ന കാലത്ത്, ഭരതേട്ടൻ സിനിമകൾ എഡിറ്റ് ചെയ്യുന്ന വാഹിനി സ്റ്റുഡിയോയുടെ എഡിറ്റിംഗ് റൂമിൻ്റെ തൊട്ടടുത്ത മുറിയിലാണ് ഭാരതരാജയുടെ എഡിറ്റിംഗ് റൂം. അപ്പോൾ ആരോ എഡിറ്റിംഗ് അസിസ്റ്റൻസ് ശേഖറാണ് പറഞ്ഞത്, സാറേ ഈ മുറിയിലാണ് ഭാരതരാജ എഡിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ മുതൽ മര്യാദ എന്നൊരു സിനിമയാണ്. മുതൽ മര്യാദയല്ല, അതിനുശേഷം കടലോര കവിതകൾ എന്ന സിനിമയാണ്. മുതൽ മര്യാദ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഇളയരാജയുടെയും ഭാരതരാജയുടെയും കട്ടൗട്ടുകളാണ്. ഒരു തെങ്ങിൻ്റെ പൊക്കമുള്ള കട്ടൗട്ട്, 2 പേരുടെയും അത്രയും ഉയരത്തിൽ. അതിൽ പൂമാല ഇട്ടിരിക്കുകയാണ്, അത്രയും വലിപ്പമുള്ള പൂമാല. അപ്പോൾ ഒരു നാട് മുഴുവൻ ആരാധിക്കുകയാണ്. ഇളയരാജയും ഭാരതരാജയും ചേരുന്നു. മുതൽ മര്യാദ, രാധയാണ്, അംബികയുടെ അനുജത്തി രാധയാണ് അതിൽ അഭിനയിക്കുന്നത്. ശിവാജി ഗണേശനാണ് ഹീറോ. ഈ സിനിമ നമ്മൾ കണ്ടിട്ടുള്ള പ്രണയകഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അവിടെയും ഗ്രാമം തന്നെയാണ്. പക്ഷേ ഞാൻ ഭരതേട്ടൻ്റെ കൂടെ സിനിമ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത എഡിറ്റ് റൂമിൽ പാട്ട് കേൾക്കാം. ഭാരതരാജ അവിടെ പാട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പുറത്തിരിക്കും. അദ്ദേഹം നടന്നു വരുന്ന ദൂരെ നോക്കും. ആ കോറിഡോറിൽ കൂടെ നടന്നു വരുമ്പോൾ ഞങ്ങൾ നമസ്കാരം അല്ലെങ്കിൽ തൊഴുത് കാണിക്കുക. അദ്ദേഹം ചിരിച്ചുകൊണ്ട് തൊഴുത് കയറും. രാവിലെയും വൈകിട്ടും അദ്ദേഹം വരുന്നതും പോകുന്നതും ഞങ്ങൾ ഓരോ പ്രാവശ്യം നോക്കും. അത്ര ആരാധനയാണ് അദ്ദേഹത്തിൻ്റെ നടപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഡിറ്ററിൻ്റെ അസിസ്റ്റൻസ് നമ്മളുമായിട്ട് പരിചയത്തിലാവുന്നു. അദ്ദേഹത്തിനോട് ചോദിക്കുന്നു എങ്ങനെയാണ് അദ്ദേഹം എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, സർ രാവിലെ വന്ന് ഒരു പാറ്റേൺ കട്ട് ചെയ്യും, ഉച്ച കഴിഞ്ഞ് വന്നിട്ട് ആ പാറ്റേൺ മുഴുവൻ മാറ്റി വേറെ രീതി കട്ട് ചെയ്യും. ഇങ്ങനെ ഇംപ്രവൈസേഷൻസാണ്. അങ്ങനെ കിഴക്ക് ചീമയിലെ A.R. റഹ്മാൻ വന്നു. തമിഴ് ഇൻഡസ്ട്രിയിൽ A.R. റഹ്മാൻ കീഴടക്കിയതിന് ശേഷം ഭാരതരാജ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് A.R. റഹ്മാനുമായി ചേർന്ന് കിഴക്ക് ചീമയിൽ എന്നുള്ള സിനിമ ചെയ്യുന്നു. പാട്ടുകളൊക്കെ വ്യത്യസ്തമാണ്, സുന്ദരങ്ങളാണ്. പക്ഷേ എന്താണോ ഭാരതരാജ ഇളയരാജ കോമ്പിനേഷനിൽ നമ്മൾ കേട്ടതും ഇന്നും പാടുന്ന പാട്ടുകളുടെ ആ ഒരു
ഫീല് വന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ന് ഭാരതരാജ നമ്മളെ വിട്ടു പോകുന്നു. അദ്ദേഹം വിട്ടു പോയിട്ടില്ല. കാരണം ഇത്രയും സുന്ദരമായ, ഇത്രയും മനോഹരങ്ങളായ, ഇത്രയും വ്യത്യസ്തമായ സിനിമകൾ, ഓരോന്നും ചലഞ്ചിങ്ങാണ്. ഒരു കാലഘട്ടത്തെ മുഴുവൻ, ഞാൻ ഉൾപ്പെടുന്ന ഒരു അക്കാലത്തെ ചെറുപ്പക്കാരെ, പിന്നീട് വന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സിനെ, ഇവരെല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്നു ഒരു സംവിധായകൻ. ഗ്രാമത്തിൻ്റെ വിശുദ്ധി, ഗ്രാമത്തിൻ്റെ ഭംഗി, ഗ്രാമത്തിൻ്റെ വ്യത്യസ്തതകൾ, കഥാപാത്രങ്ങളുടെ ഇതെല്ലാം അറിഞ്ഞ് ഒരു സംവിധായകൻ തമിഴ്നാടിനെ ഇങ്ങനെ കൈക്കുമ്പിളിലെടുത്ത് നമ്മളിലേക്ക് തരികയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സംവിധായകൻ തമിഴ്നാട്ടിലുണ്ടെന്ന്. ഇന്ന് പല റെഫറൻസും, പല സിനിമ ചിന്തിക്കുമ്പോഴും അറിയാതെ മനസ്സിലേക്ക് ഓടി വരും ഭാരതരാജയുടെ ഫ്രെയിമുകൾ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കട്ടുകൾ, വ്യത്യസ്തമായിട്ട് അദ്ദേഹം സിനിമയെ സമീപിച്ചത്. ഒരു കാലഘട്ടം മുഴുവൻ തമിഴ് സിനിമ രാജാവിനെ പോലെ തന്നെ ആരാധിച്ചിരുന്ന ഭാരതരാജ ഇന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ കൂടെ ആശ്വസിക്കാൻ ആ സിനിമകൾ വീണ്ടും കാണാം. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ക്രിസ്റ്റഫർ നോളൻ്റെയും മറ്റു പല സിനിമകളൊക്കെ കാണുന്നുണ്ടാവും, കാണാൻ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഭാരതരാജയെക്കുറിച്ച് അറിയണം. ഒരു കാലഘട്ടം അദ്ദേഹം എങ്ങനെയാണ് പരിമിതികളിൽ നിന്ന് സിനിമ ചെയ്തത്. ആദ്യ സിനിമ 16 വയതിനുള്ള ഓർവോ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത്രയും ക്വാളിറ്റി കുറഞ്ഞ ഫിലിമിൽ പോലും ഷൂട്ട് ചെയ്തിട്ട് ഇന്നും ഒരു മാസ്റ്റർ പീസായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് പാട്ടുകൾ അദ്ദേഹം ചിത്രീകരിച്ചത്, ആക്ഷൻ സീക്വൻസ്, ഓരോ വ്യത്യസ്തമായ കഥകളെടുക്കുന്നതിലും അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നതിലും ഭാരതരാജ കൊടുത്ത വ്യത്യസ്തത എനിക്ക് തോന്നുന്നില്ല ഭാരതത്തിൽ മറ്റൊരു സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന്. അദ്ദേഹം പിൽക്കാലത്ത് 1, 2, 3 സിനിമകളിൽ അഭിനയിച്ചത് ഞാൻ കണ്ടു. അഭിനയവും അതിമനോഹരമായിരിക്കുന്നു. നല്ലൊരു ആക്ടറാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു വാർദ്ധക്യത്തിൻ്റെ പരിമിതികളൊക്കെ അദ്ദേഹത്തിനുണ്ടെങ്കിലും ആ കഥാപാത്രം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, കഥാപാത്രങ്ങളെല്ലാം. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നും സിന്ദൂരപ്പൂവേ എന്നുള്ള പാട്ടാണ്. സിന്ദൂരപ്പൂവേ എന്നുള്ള പാട്ട്, അതോടൊപ്പം തന്നെ കിഴക്കേ പോകും റെയിലിലെ പാട്ടുകൾ, ഓരോന്നും ഇങ്ങനെ നമ്മളെ തേടി വരിക. പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥൻ ഭരതേട്ടൻ്റെ സിനിമകളുമായിട്ടും എവിടേക്കോ ചെറിയ സമാനതകൾ. ഭരതേട്ടൻ്റെ തേവർ മകനും ഭാരതരാജയുടെ ചില സിനിമകളൊക്കെ നമുക്ക് എങ്ങനെയാണ് വേർതിരിച്ച് കാണാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും തമിഴ് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു, കഥാപാത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ഇതുപോലെയുള്ള സംവിധായകർ എന്നും അവരുടെ സിനിമകളിലൂടെ ജീവിക്കും. പുതിയ തലമുറ തീർച്ചയായും കാണണം. നമുക്ക് അവരോടുള്ള ആദരവ് അവരുടെ സിനിമകൾ കാണുന്നതിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്പയർഡ് ആവും. ഭാരതരാജയ്ക്ക് മുമ്പ്, ഭാരതരാജയുടെ സിനിമകൾക്ക് മുന്നിൽ ഞാൻ പ്രണമിക്കുന്നു.